നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദി മോചനത്തിനും ഗാസ വെടിനിർത്തൽ കരാറിനുമുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഇസ്രയേലിനും ഹമാസിനുമിടയിൽ ഒരു ഉടമ്പടിക്ക് ബൈഡൻ ശ്രമിക്കുന്നതായാണ് വിവരം. എന്നാൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെടിനിർത്തൽ കരാർ ചർച്ചകളുടെ ഭാഗമായി ഖത്തറിലേക്ക് അയച്ച ഉന്നതതല പ്രതിനിധി സംഘത്തിൽ ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ, ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയുടെ ഡയറക്ടർ റോൺ ബാർ ഷിൻബെറ്റ്, IOF ക്യാപ്റ്റീവ്സ് പോയിന്റ് മേജർ ജനറൽ നിറ്റ്സൻ അലോൺ, നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഒഫീർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമാകാതെ മടങ്ങരുത് എന്ന് സംഘത്തോട് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതേസമയം ഇനിയൊരു ഹമാസ് തലവനും ജീവനോടെ ഉണ്ടാവരുത് എന്ന് നെതന്യാഹു മൊസാദ് തലവന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഒരാഴ്ചയ്ക്കിടെ തന്നെ സംബ്ര ബറ്റാലിയൻ തലവൻ ഒസാമ അബു നാമോസിനെയും നഗ്ബ ബറ്റാലിയൻ തലവന്മാരെയും IDF വകവരുത്തിക്കഴിഞ്ഞു. ഇതോടൊപ്പം CIA-യും മൊസാദിനും ഒപ്പം ചേർന്നിട്ടുണ്ട്. ഖത്തറും ഈജിപ്തും തുർക്കിയും ബന്ദിമോചനത്തിന് ഹമാസിനെ നിർബന്ധിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഒസാമ ഹംദാനെ തേടി അൾജീരിയയിലേക്ക് വരെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ എത്തിക്കഴിഞ്ഞു. അതിനാൽ ബന്ദിമോചനമല്ലാതെ ഹമാസിന് വേറെ മാർഗമൊന്നും ഇല്ല എന്ന നിലയിലേക്ക് ഹമാസിനെ കൊണ്ടെത്തിക്കാൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20-ന് മുമ്പായി വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ എന്ന് പറയാനാവില്ല എന്ന് ബൈഡന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാക്കാൻ ഖത്തർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഭാഗത്തിൽ ഏതൊക്കെ ബന്ദികളെ മോചിപ്പിക്കും, ഏതൊക്കെ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും, ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം എത്രത്തോളം പിൻവാങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മൊസാദ് മേധാവി ഡേവിഡ് ബർണിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഇസ്രയേൽ സംഘമാണ് ഗസ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ എത്തിയിട്ടുള്ളത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ പകൽ ചേർന്ന ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗമാണ് ദോഹയിലേക്ക് അന്തിമവട്ട ചർച്ചയ്ക്കായി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചത്. മൊസാദ് മേധാവിക്ക് പുറമെ ഷിൻബെറ്റ് സാരഥി, ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ ഉപദേശകൻ, സൈനിക പ്രതിനിധികൾ എന്നിവരെല്ലാമാണ് സംഘത്തിൽ ഉള്ളത്. US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മെയ് മാസം മുന്നോട്ടുവച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിന്റെ ചട്ടക്കൂട് മുൻനിർത്തിയാണ് പുതിയ ചർച്ച. 3 ഘട്ടങ്ങളിലായുള്ള 6 ആഴ്ച നീണ്ടുനിൽക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഊന്നിയുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് ഇസ്രയേലും അമേരിക്കയും പ്രതികരിച്ചു. ബന്ദി മോചന ചർച്ച വളരെ ഗൌരവത്തിൽ തന്നെയാണ് നടക്കുന്നതെന്നും വൈകാതെ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്നും US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസ് പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപ് US പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജനുവരി 20-ന് മുൻപ് കരാർ നടപ്പാകുമെന്നാണ് കരുതുന്നതെന്ന് US സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കി. ഇതേസമയം വടക്കൻ ഗാസയിലെ ബേത്ത് ബാനൂനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 16 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസ് സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് നടത്തിയ തിരിച്ചടിയിൽ 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനിടെ ഗാസയിലെ മരണം ഔദ്യോഗിക കണക്കിനേക്കാൾ 41% അധികമാണെന്ന് ലാൻസെറ്റ് മീഡിയ ജേണലിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച 9 മാസത്തിനുള്ളിൽ നടന്ന മരണങ്ങൾ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളേക്കാൾ 41% അധികമാണെന്നാണ് ലാൻസെറ്റ് പഠനം വ്യക്തമാക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.